അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 9 വ്യാഴാഴ്ച. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ വിമർശിക്കപ്പെടുമ്പോൾ മോദി സർക്കാരിനെ പിന്തുണച്ച് വ്ളാഡിമിർ പുടിനും റഷ്യയും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് റഷ്യയുടെ ആരോപണം. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസ്താവന ഇതിന് തെളിവാണെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. കേജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ വിദേശങ്ങളിൽ ചർച്ചയാകുമ്പോഴാണ് റഷ്യ മോദി സർക്കാരിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പത്ത് നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും കൈമാറുന്നു എന്ന പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ്. മോദി തന്നെ ഈ വിഷയം ചർച്ചയാക്കിയത് വിജയമായെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും നോട്ടുകെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ രണ്ടുപേരെക്കുറിച്ചും മിണ്ടാത്തതെന്നും മോദി തെലങ്കാനയിലെ റാലിയിലെ പ്രസംഗമധ്യേ ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യം മിണ്ടുന്നില്ല എന്ന മോദിയുടെ ആരോപണം കളവാണെന്നും കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പ്രസംഗത്തിലെല്ലാം രാഹുൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നുവെന്നും ഇതിന്റെ വീഡിയോ തെളിവായി പുറത്തുവിടുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. മോദി ഈ വിഷയം ഉന്നയിച്ചത് എന്തുകൊണ്ടെന്ന അമ്പരപ്പ് BJP ക്യാമ്പിലും പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജീവനക്കാരുടെ സമരം തുടരുന്നു. സമരം മൂലം ഇന്ന് മാത്രം 74 വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. 292 വിമാന സർവീസുകൾ തുടരുന്നുണ്ടെന്നും 3 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ വിമാനക്കൂലി മുഴുവനായി തിരികെ നൽകുകയോ മറ്റൊരു സമയത്ത് യാത്ര ക്രമീകരിക്കാനുള്ള സജ്ജീകരണമൊരുക്കിയതായും വിമാന കമ്പനി അറിയിച്ചു. എന്നാൽ മുന്നറിയിപ്പില്ലാതെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയതെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മിക്കവരും സർവീസ് റദ്ദാക്കിയ വിവരം അറിഞ്ഞത്. പലയിടത്തും ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് അധികൃതരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. സമരത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് ഇന്നലെയും ഇന്നുമായി റദ്ദാക്കിയത്. അലവൻസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മിന്നൽ പണിമുടക്ക് നടത്തിയ 200 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് നടപടി. കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തത് ആസൂത്രിതമായാണെന്നും ക്യാബിൻ ക്രൂവിന് നൽകിയ പിരിച്ചുവിടൽ കത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നു. മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം 5ാം ദിവസവും തുടരുന്നു. ഇന്ന് തലശ്ശേരിയിലും മുക്കത്തും പ്രതിഷേധം നടന്നു. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൌണ്ടിൽ 21 പേർക്ക് സ്ലോട്ട് നൽകിയിരുന്നുവെങ്കിലും ആരും ടെസ്റ്റിന് എത്തിയില്ല. സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതി പറയുന്നത്. ഇന്നലെ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയവർക്കെതിരെയും പ്രതിഷേധമുണ്ടായി. കൂടാതെ സമരത്തിൽ നിന്നും പിന്മാറിയ CITUവിന്റേത് ഇരട്ട നിലപാടാണെന്നും ഒരുമിച്ച് സമരം നടത്തേണ്ടവർ സർക്കാരിനൊപ്പം നിൽക്കുകയാണെന്നും INTUC വിമർശിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കൊച്ചി അമ്പലമുകൾ BPCLലെ LPG ബോട്ടിലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കിൽ. തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവർ ശ്രീകുമാറിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഡ്രൈവർമാർ ഇന്ന് രാവിലെ മുതൽ പണിമുടക്ക് സമരം ആരംഭിച്ചത്. പരിക്കേറ്റ ശ്രീകുമാറിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാന്റിലെ 200ഓളം ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത്. സമരത്തെ തുടർന്ന് 7 ജില്ലകളിലേക്കുള്ള 140ഓളം ലോഡ് സർവീസ് മുടങ്ങി. തലസ്ഥാനത്തെ കളക്ടർമാർക്കെതിരെ ആരോപണവുമായി ഡോക്ടർമാരുടെ സംഘടനയായ KGMOA. ചികിത്സയ്ക്കായി കളക്ടർ ജെറോമിക് ജോർജ് സ്വവസതിയിലേക്ക് ഡോക്ടറെ വിളിപ്പിച്ചെന്നാണ് പരാതി. കളക്ടറുടെ കാലിലെ കുഴിനഖം പരിശോധിക്കാനാണ് വീട്ടിലേക്ക് വിളിപ്പിച്ചതെന്നും കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗമെന്നും KGMOA കുറ്റപ്പെടുത്തി.
കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചുവെന്നതടക്കമുള്ള കേസുകളിലാണ് ഇ.ഡി. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലമടക്കം 4 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇ.ഡിയുടെ കുറ്റപത്രം. തെരുവുനായ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ തീർപ്പാക്കി സുപ്രീംകോടതി. 2023 ABC ചട്ടങ്ങൾ വന്നതിനാൽ വിഷയത്തിൽ ഇടപെടാനില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പുതിയ ചട്ടങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ അതത് ഹൈക്കോടതികളെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേസിൽ വിശദമായ ഉത്തരവ് പിന്നീട് പുറത്തിറക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. ഇടുക്കിയിൽ ആദിവാസി യുവാവിനെ കാട്ടിറച്ചി വിറ്റു എന്ന കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിയായ DFO രാഹുലിനെ സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. നേരത്തെ രാഹുലിന്റെ ഹർജി പരിഗണിച്ച കോടതി ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന കേസിലെ പ്രതിയായ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. വാർത്താ റിപ്പോർട്ടിംഗിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി TV പാലക്കാട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് AV മുകേഷിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. നിരന്തരം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ ദുരിതം ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു അപകടം. പീച്ചി വന ഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി മലപ്പുറം താനൂർ ചീരംകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ യഹിയ മരിച്ചു. SFI എറണാകുളം മഹാരാജാസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറിയാണ്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് പീച്ചി ജലസേചന വകുപ്പ് ക്വാർട്ടേഴ്സിന് സമീപം പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് യഹിയയെ കാണാതായത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. പത്മ അവാർഡുകളുടെ 2ാം ഘട്ട വിതരണം ഇന്ന്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജേതാക്കൾക്ക് പുരസ്കാരം നൽകും. 66 പേർ ഇന്ന് പത്മ പുരസ്കാരം ഏറ്റുവാങ്ങും. ഹരിയാന നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണർ ബന്ദാരു ദത്താത്രേയയ്ക്ക് കത്തെഴുതി BJPയുടെ മുൻ സഖ്യകക്ഷിയായിരുന്ന JJPയുടെ അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല. എന്നാൽ BJP സർക്കാരിനെതിരെ തൽക്കാലം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് വൃത്തങ്ങൾ. കൂടുതൽ MLAമാർ പുറത്തുവരാൻ കാത്തിരിക്കുകയാണെന്ന് കോൺഗ്രസ് സൂചിപ്പിച്ചു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അയോധ്യ വിധി തിരുത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ പ്രിയങ്ക ഗാന്ധി. പച്ചക്കള്ളമാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്നും സുപ്രീംകോടതി തീരുമാനത്തെ എല്ലാവരും മാനിക്കുന്നുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. മറിച്ചുള്ള പ്രചാരണം ശരിയല്ല. ഇതുവരെ ചെയ്തിട്ടുള്ള നിലപാടിൽ മാറ്റമില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇത്തവണയെന്ന് റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണം 400-ന് താഴെയായി. 543 അംഗ ലോക്സഭയിലേക്ക് 328 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 421 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നതിനാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരുന്നതിനാലും കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദർശനം നടത്തുന്ന വീഡിയോ അദ്ദേഹം തന്റെ എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ചു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഗവർണർ അയോധ്യയിൽ എത്തുന്നത്. അയോധ്യയുടെ അയൽക്കാരനാണ് താനെന്നും ഗവർണർ പറഞ്ഞു. ജമ്മുകശ്മീരിലെ ഗുൽഗാം ജില്ലയിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ റെഡ്വാനി പൈൻ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കൊടും ഭീകരരുടെ പട്ടികയിലുള്ളയാളാണെന്നും സൈന്യം അറിയിച്ചു. ഇസ്രായേലിലുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തുകയാണെന്ന് US. 900 കിലോഗ്രാം ഭാരമുള്ള 1800 ബോംബുകളും 226 കിലോഗ്രാം ഭാരമുള്ള 1700 ബോംബുകളുടെയും കയറ്റുമതിയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യമാണ് US. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.